ഹായ് എല്ലാവർക്കും Ruchikootu വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഈ റെസിപ്പി ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് ഓഫീസിലാണെങ്കിലും എല്ലായിടത്തും കൊണ്ടുപോകുമ്പോൾ ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ എന്റെ കൊളീഗ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സാമ്പാറാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി. അപ്പൊ ഈ സാമ്പാർ പ്രത്യേകിച്ച് കഷ്ണങ്ങളും ഒന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല അസൽ ടേസ്റ്റ് ആണ്. ഇത് എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ അതിന്റെ എന്തോരം അതിന് വിലയുണ്ട്, ആ സാമ്പാർ ഇത്രത്തോളം ടേസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പലപ്പോഴും പറഞ്ഞു എന്നാ ഇതൊന്ന് ചെയ്ത് കാണിക്ക് യൂട്യൂബിൽ നിന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ സാമ്പാർ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ഈ സാമ്പാറിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കഷ്ണങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, സാമ്പാർ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഈ സാമ്പാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സാമ്പാർ പൊടികളും അതൊന്നും നമുക്ക് റെഡിമെയ്ഡ് സാമ്പാർ പൊടി വേണ്ട, കഷ്ണങ്ങൾ വേണ്ട. പക്ഷെ അല്ലാതെ തന്നെ ഒരു സൂപ്പർ സാമ്പാർ നമുക്ക് ചോറിനും ഇഡ്ഡലിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു സാമ്പാറാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ സാമ്പാറിന് വേണ്ടി ആദ്യമേ തന്നെ പരിപ്പും ഈ പറയുന്ന ഇൻഗ്രീഡിയൻസുമാണ് നമ്മൾ ഫസ്റ്റ് കുക്ക് ചെയ്യാൻ പോണത്, വേവിച്ചെടുക്കാൻ. അതായത് പരിപ്പ് ഞാൻ 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ കുതിർക്കാനൊന്നും വെക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകി എടുത്ത് ഇത് വെക്കുക. ആ സമയം കൊണ്ട് നമ്മൾ ബാക്കി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെക്കുമ്പോഴത്തേക്കും കറക്റ്റാവും. നമ്മളിതിൽ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മെയിൻ ആയിട്ട് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളി വരുന്നുണ്ട്, ഉള്ളി വരുന്നുണ്ട്, ചുമന്ന ഉള്ളി, പച്ചമുളക്, തക്കാളി. അപ്പൊ ഇത് ഇത്രയും നമുക്ക് കുക്കറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഉള്ളിയെല്ലാം കുറച്ച് കൂടുതൽ എടുക്കും കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളി നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം എടുക്കാൻ പറ്റും അത്രയും എടുക്കാം, നല്ലതാണ്. അതുപോലെ തന്നെ തക്കാളി, ഞാൻ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ഇതേപോലെ അരിഞ്ഞത്. പിന്നെ ഒരു 3-4 പച്ചമുളക് ഇത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തേക്കണത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ പരിപ്പ് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടു. പിന്നെ കായം ഇടുന്നുണ്ട്, കായപ്പൊടി കുറച്ച് കായപ്പൊടി ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപ്പ് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് പരിപ്പിനേക്കാളും കുറച്ചും കൂടെ മേലെയായിട്ട് വെള്ളം ഒഴിക്കുക. അതായത് അടുക്കി പിടിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ഓരോരുത്തർക്ക് അറിയാലോ, അതനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. കുക്കറിൻ്റെ ഓരോരുത്തരുടെയും കറക്റ്റ് ഇതനുസരിച്ച് കൊടുക്കണം. ഞാൻ 5 വിസിലിട്ടാണ് വേവിച്ചെടുക്കാൻ പോണത്. ഫ്രണ്ട്സ്, ഇപ്പൊ 5 വിസിൽ വന്നു കഴിഞ്ഞായിരുന്നു. ഇപ്പൊ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്യാം. വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടയണം. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടോ, നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. ഞാനിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിലായാലും എടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓയിലൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, ഉണക്കമുളക് ഒരു 2-3 കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇടുന്നത് തക്കാളിയാണ്. 1 തക്കാളിയും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. താളിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പരിപ്പ് വേവിച്ചപ്പോൾ 1 തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. മൊത്തം 2 തക്കാളിയാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതൊന്ന് നമ്മൾ ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 1 തക്കാളി ഉടഞ്ഞു കിട്ടണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഓൾറെഡി നമ്മൾ ഇട്ടതുകൊണ്ട് 1/2 ടീസ്പൂൺ മതി. പിന്നെ ഇതിലേക്ക് ഇടുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിടുന്നത് കാശ്മീർ മുളക് പൊടിയാണ് കേട്ടോ. അതൊരു 2.5 ടീസ്പൂൺ മുളക് പൊടി.
ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. നമ്മൾ പച്ചമുളക് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് സാമ്പാറിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ചെറുജീരകവും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഇതാണ് നമ്മൾ ഈ സാമ്പാറിന് മെയിനായിട്ട് ഇടുന്ന മസാലപ്പൊടി. ഇതുകൊണ്ടാണ് സാമ്പാറിന് ശരിക്കും ആ മണം വരുന്നത് സാമ്പാറിൻ്റെ. വേറെ സാമ്പാർ എക്സ്ട്രാ പൊടി പാക്കറ്റ് ഒന്നും നമുക്കിനി വേണ്ട, ഇത് മാത്രം മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ ആ സ്മെല്ല് വരുന്നുണ്ട്, ജീരകവും ഉലുവയും വറുത്ത പൊടിയുടെ ആ മണം ഇപ്പം തന്നെ നമുക്ക് നന്നായിട്ട് ശരിക്കും സാമ്പാറിൻ്റെ ടേസ്റ്റിൻ്റെ സ്മെല്ല് അറിയാൻ പറ്റും. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് വാളംപുളിയാണ്. ഞാനൊരു പകുതി ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളിയാണ് ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വെള്ളം നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. പുളിയൊക്കെ കൂടുതൽ വേണം അതനുസരിച്ച്. ഇത് കറക്റ്റ് പരുവമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത ശേഷം ഇനി ഒന്ന് തീ കൂട്ടി വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട്. ഇപ്പം നന്നായിട്ട് തിളക്കാൻ തുടങ്ങി. നമുക്ക് ഇനി മൂടി മാറ്റാം. ഇപ്പം തന്നെ ആ സാമ്പാറിൻ്റെ സ്മെല്ല് ശരിക്കും നമ്മൾ ആ മെയിനായിട്ട് ഇതിലിടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്നുള്ള മസാലപ്പൊടി തന്നെ ഉലുവയും ജീരകവുമാണ്. അത് വറുത്ത് പൊടിച്ചിടുമ്പോൾ തന്നെ ആ സാമ്പാറിൻ്റെ ഫ്ലേവർ ശരിക്കും നിങ്ങൾക്ക് കിട്ടും. സാമ്പാർ പൊടിയൊക്കെ മാറി നിൽക്കും, അത്ര ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് ഉപ്പെല്ലാം കറക്റ്റാണോ നോക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടെ സാമ്പാർ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്യാം. ലാസ്റ്റ് നമ്മൾ ഇനി ഇടുന്ന ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ മല്ലിയിലയുണ്ട്. നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെടാത്തവർ ഇടണ്ട. ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇനി തുറന്നു വെച്ചതൊന്ന് തിളപ്പിച്ചാൽ മതി. അത് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയാവും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളും സാമ്പാർ പൊടിയും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മളെല്ലാവരും വീടുകളിൽ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഓരോ വീടുകളിലെ സാമ്പാറിനും പല ടേസ്റ്റ് ആണ്. ഞാനിപ്പോ ഓഫീസിലാണെങ്കിലും എല്ലാവരും സാമ്പാറൊക്കെ കൊണ്ടുവരുമ്പോഴും ഓരോ സാമ്പാറിനും ഡിഫറെന്റ് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഓരോ രുചിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതുപോലത്തെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. കഷ്ണങ്ങളില്ലാന്നോർത്ത് സാമ്പാർ ഉണ്ടാക്കാൻ മാറ്റിയൊന്നും വെക്കേണ്ട. പരിപ്പ് എല്ലാവരുടെ വീട്ടിലുണ്ടാവും. പരിപ്പും തക്കാളിയും ഈ പറയുന്ന പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സാമ്പാറാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് എൻ്റെ കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു രുചിക്കൂട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.